ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 തെസ്സലോനിക്ക 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഒരു ജോലിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെയുള്ളവരോട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശാന്തമായി ജോലി ചെയ്ത് ഭക്ഷണം കഴിക്കുവാൻ, അപ്പം ഭക്ഷിക്കുവാൻ. അത് വളരെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇളക്കി നടക്കുന്ന മനുഷ്യരെ കുറിച്ചാണെന്ന്. നമ്മളെ എല്ലാവരെയും കുറിച്ചാണ്. നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് നിരന്തരം മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അവരെന്തുകൊണ്ട് ഉയർന്നു, ഞാൻ ഉയരുന്നില്ലല്ലോ, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ ഇടപെടുന്നവരോട് കൂടിയാണ്. സ്വന്തം കാര്യങ്ങൾ ചെയ്ത് തീരുന്നില്ല. ജോലി ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ പാചകം ചെയ്യാനും കുളിക്കാനും നനയ്ക്കാനും ഓടാനും ഒക്കെ ഒരുപാട് സമയമെടുക്കുന്നു. പക്ഷെ ഉള്ളുകൊണ്ട് പലതും ചിന്തിച്ച് കൂട്ടുന്നു. മറ്റുള്ളവരോട് നേരിട്ട് പോയി ഇടപെടുക മാത്രമല്ല, ബോധം കൊണ്ട് എപ്പോഴും മറ്റു കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ആലോചിച്ച് ചെയ്യേണ്ട സ്വന്തം ഡ്യൂട്ടികൾ മറന്നു പോകുന്ന അനേകരുണ്ട്. നമുക്കെന്തോരം സമയമുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സെല്ലാം 100 കാര്യങ്ങളിൽ പുണ്ണു പിടിച്ചിരിക്കുക. അങ്ങനെയുള്ളവരോട് കർത്താവായ യേശുവിൽ ശ്രീകാവ് ഉദ്ബോധിപ്പിക്കുക, ശാന്തമായിട്ട് ഉദ്ബോധിപ്പിക്കുക, ശാന്തമായിട്ട് അപ്പം ഭക്ഷിക്കുവിൻ. ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുമെന്നാ. നമ്മൾ നമ്മുടെ ജോലികളിലേക്കും കടമകളിലേക്കും ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ വെറുതെ വിടുകയും ചെയ്യണം. ഞാൻ എപ്പോഴും പറയും, മൊഴി ചൊല്ലി വിടണം, മറ്റുള്ളവരെ സമാധാനത്തെ പറഞ്ഞയക്കണം. നമ്മൾ നമ്മുടെ ജോലികളിലേക്ക് ഇടപെടുമ്പം നമ്മുടെ അപ്പം നമ്മുടെ മുമ്പിൽ മന്ന പെയ്യുന്നത് പോലെ തിളങ്ങി വരും. അങ്ങനെ നമ്മുടെ അധ്വാനവും നമ്മുടെ ജീവിതവും പുഷ്പിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ കുറച്ചുകൂടെ ഹാപ്പി ആകുകയും ചെയ്യും. ആമേൻ ആമേൻ ആമേൻ.